ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ വണ്ടിയുടെ ബഡ്ഡി സ്റ്റെപ്പ് ഞാൻ ജനുവരിയിൽ ഓർഡർ ചെയ്തതാണ്. അത് കിട്ടി. പിന്നെ ഓല കമ്പനി പഴയ മോഡൽ ഫോർക്കുകളുള്ള എല്ലാ വണ്ടികൾക്കും ഫോർക്ക് മാറ്റി കൊടുക്കുന്ന ഒരു സ്കീം പ്രഖ്യാപിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എൻ്റെ വണ്ടീൻ്റെ അപ്പോയിൻമെൻറ്റ് ഇന്നലെ, അതായത് മെയ് 6-ാം തീയതി ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ആ ഫോർക്ക് മാറ്റി. പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കുകയും ചെയ്തു. അതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഏകദേശം സർവീസ് സെൻ്ററിൽ എത്തുമ്പോൾ 11:20 എത്തി. വണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് മാറ്റാനും ബഡ്ഡി സ്റ്റെപ്പ് വെക്കാനും ഒക്കെ. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഫോർക്കിൻ്റെ അപ്പോയിൻമെൻ്റ് എന്നാണ് എൻ്റെത്. ഈ നമ്പറിലൊന്നും, ഇവിടെ എഴുതി വെച്ച നമ്പറിലൊന്നും വിളിച്ചാലൊന്നും കിട്ടുന്നില്ല. ഞാൻ കൊണ്ട് വിളിച്ചു നോക്കാനൊന്നും ഓപ്ഷനില്ല. പിന്നെ അത് പറയുന്നത് എൻ്റെ ഫോർക്കൊക്കെ വേറെ ആർക്കോ കൊടുത്തു പോയി മുമ്പ് വന്നേ. അപ്പോൾ ഇനി നമ്മളെ ഫോർക്ക് ഇനി വരണം പോലെ. അപ്പോൾ അത് വന്നാൽ ഫിറ്റ് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് സമയം വന്നേരമല്ലേ, സമയം വന്നതിൻ്റെ അടുത്ത് സാധനം വരുമോ എന്നുള്ളത് നോക്കാം. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഏതായാലും നമ്മളെ വർക്ക് വേറെ ആർക്കും കൊടുത്തെന്നാണ് പറഞ്ഞത്. കിട്ടുമെന്ന് നോക്കാം. ഇതാണ് ഓല കമ്പനിയുടെ ബഡ്ഡി സ്റ്റെപ്പ്. അപ്പോൾ 2000 രൂപയാണ് വില, 1999. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. നമുക്ക് മുമ്പുള്ള അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ പൊള്ളയായ ഒരു ഫൂട്ട്റെസ്റ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചാൽ ഇവിടെയുള്ള ഈ സ്ക്രൂ ഒക്കെ അതിൻ്റെ പുറമെ ഇതായിട്ട് വരും. അത്യാവശ്യം നല്ല രൂപത്തിൽ ഫിറ്റായി നിൽക്കും. പിന്നെ ബഡ്ഡി സ്റ്റെപ്പിൻ്റെ ഡിസൈനൊക്കെ നല്ല ഒരു മോഡേൺ ഡിസൈനാണ്. നമുക്ക് വണ്ടിയായിട്ട് വരുമ്പോൾ അത്ര ഒരു ബോറായിട്ടുള്ളൊരിത് തോന്നില്ല. ആണ് ഇവിടെ കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ട്. ഇവിടെ റബ്ബറൈസ്ഡ് സംഭവമാണ് കൊടുത്തത്. സോഫ്റ്റാണ്, നമുക്ക് തൊടുന്നവരൊക്കെ. അടിയിൽ മെറ്റലാണ്. ഇതൊക്കെ ഫുള്ള് നല്ല ഉറപ്പുള്ള സംഭവം തന്നെയാണ്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഫിറ്റ് ചെയ്തത് നമുക്ക് കുറച്ച് ദൂരത്ത് നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുക. ഇവിടെ ഒന്ന് മടക്കിയിട്ടാണെങ്കിൽ പഴയ ഒരുപാട് സൈഡ് സ്റ്റെപ്പുകൾ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്താൽ ഒരു ബോറായിട്ടുള്ളൊരു അവസ്ഥ പലതിനും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ലതുപോലെ ലുക്കിനെ വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ക്ലോസ് ചെയ്താൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ചെറിയൊരു ഭാഗം അവിടെ എത്തിയിട്ടുണ്ടാവും. കാല് വെച്ചാൽ ഇതാ അതിനാത്രം വീതി ഇല്ല. ഇത്രയാണ് വീതി വരുന്നത്. ജസ്റ്റ് ഒരു കാല് ഇങ്ങോട്ട് സൈഡിൽ വെക്കാം, എന്നാലും ഇത് മതി. ഇതാണ് നമ്മുടെ പഴയ ഫൂട്ട്റെസ്റ്റ്. മറ്റേ സൈഡിലുള്ളത് അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ഇതിൻ്റെ സ്ക്രൂ കാണാം. ഈ പുതിയ ഫൂട്ട്റെസ്റ്റ് സൈഡ് സ്റ്റെപ്പിൻ്റെ പുറം വരുന്നത് ഇതാണ്. പഴയത് ആണ്. മൊത്തം ഡിസൈനൊക്കെ മാറിയത് കാണാം. ഇത് ഇവിടെ ഒരു ഡിസൈനൊക്കെ കാണാം. ഇവിടെ ഇവിടെ നല്ലതുപോലെ പൊള്ളയായിട്ട് പോകുന്ന രൂപത്തിലാണ്. ബഡ്ഡി സ്റ്റെപ്പ് ശരിക്കും എനിക്ക് ഏപ്രിൽ 21-ാം തീയതി തന്നെ എത്തിയിരുന്നു. പക്ഷേ അന്ന് നോമ്പിൻ്റെ പെരുന്നാളിനൊക്കെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഏതായാലും എൻ്റെ ഫോർക്കും കൂടി വരുന്നത്, ഫോർക്കിൻ്റെ അപ്പോയിൻമെൻറ്റ് മെയ് 6-നായിരുന്നു. അതും കൂടി മരുന്ന് സമയത്ത് ഒന്നിച്ച് പോകാമെന്ന് വെച്ചു. ബഡ്ഡി സ്റ്റെപ്പ് ലൊക്കേഷൻ നമ്മളെ ഹോം സർവീസിന് കൊടുത്തപ്പം അത് അവൈലബിൾ ആയിരുന്നില്ല. അന്നത്തെ എല്ലാ സ്ലോട്ടും ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആണ് വരുന്നത്. ഇപ്പം നമ്മുടെ കോഴിക്കോട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് ബഡ്ഡി സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യുന്നത് ഒക്കെ സർവീസ് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ചുള്ള ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഫോർക്ക്, നമുക്കറിയാം ഫോർക്ക് പൊട്ടുന്ന കുറേ ഇഷ്യൂസ്. തനിയെ പൊട്ടുന്നല്ല, ആക്സിഡൻ്റ് ആയിട്ട് പൊട്ടുന്നു. പിന്നെ തനിയെ 1-2 പൊട്ടിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നപ്പോൾ ഓല പുതിയ ഫോർക്ക് ഡിസൈൻ വന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ തിക്നെസ് അഡീഷണൽ ആയിട്ട് വന്നു. മറ്റേത് നേരെയായിരുന്നു, ഇവിടുന്ന് നേരെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തിക്നെസ് വന്നു. അതുപോലെ തന്നെ ഉള്ളിലും കുറച്ചുകൂടി ഹെവി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒരുപാട് വീഡിയോ വരും. എൻ്റെ ഇത് ഏറ്റവും പഴയ മോഡൽ ഫോർക്കായിരുന്നു. ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ടാവും.
അതൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ പഴയ മോഡൽ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് സംഗതി കുറച്ചുകൂടി നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും തിക്നെസ് കൂടിയത് കൊണ്ട് അങ്ങനെ ഒന്നും പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്തായാലും നമ്മൾ ഹൈവേയിലൊക്കെ നല്ല സ്പീഡ് പോകുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് റോഡ് പണിയൊക്കെ ഉള്ള സമയത്ത് എന്നാൽ എവിടെയാണ് കുഴി ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ നല്ലൊരു 70 സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒന്ന് ചാടിയാൽ ഒരു പേടിയായിരുന്നു പൊട്ടിയില്ലെങ്കിലും. പക്ഷെ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടീൻ്റെ ഇപ്പോഴുള്ള കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഇഷ്യൂസ് തന്നെ കുറച്ച് സസ്പെൻഷൻ്റെ കുറച്ച് ഒരു സൗണ്ടായിരുന്നു. ഒരു നല്ലൊരു ടിക് ടിക്, സാധാരണ ചെറിയൊരു ടിക് ടിക് ഉണ്ടാവാത്തല്ല, നല്ലപോലെ അതുണ്ടായിരുന്നു. അതൊക്കെ അവർ കഴിച്ചിട്ട് കുറച്ച് എന്താ ലൂബ്രിക്കേഷൻ അതൊക്കെ ചെയ്ത് അത് സോൾവ് ആയി തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ പാനലിൻ്റെ കുറച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രീസ് എന്നുള്ള സൗണ്ട് ഉണ്ടായിരുന്നു ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഏരിയയിൽ. അപ്പോൾ ഈ പാനലും വാറണ്ടിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സർവീസുകൾ ഞാൻ ഇന്നലെ 11:20 രാവിലെ ആ സമയത്താണ് വണ്ടി അവിടെ കൊടുത്തത്. അവർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബഡ്ഡി സ്റ്റെപ്പും ഫിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കംപ്ലയിൻസ് ഒക്കെ പരിഹരിച്ചു, പാനലൊക്കെ മാറി ഒക്കെ ചെയ്തു. പിന്നെ ഫോർക്കിൻ്റെ ഫോർക്ക് അവിടെ കമ്പനിയിൽ നിന്ന് വന്ന 2 ഫോർക്കിന് സ്ക്രാച്ചൊക്കെ ആയിട്ട് ഒരു മാനുഫാക്ചറിങ് ഡെഫക്റ്റുള്ളതുകൊണ്ട് ഒരു സ്റ്റോക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വൈകുന്നേരത്തിന് അടുത്ത് 4 മണിൻ്റെ ആകുന്നത് കൂടി അവർ ഫുള്ള് പണികളും ചെയ്ത് ഫോർക്കൊക്കെ മാറ്റി എല്ലാ ഇഷ്യൂസും പരിഹരിച്ചിട്ട് വണ്ടി തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി സർവീസ് സെൻ്ററിൽ പോയുള്ളപ്പോൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ അവിടെ പോയ ഉടനെ തന്നെ എനിക്ക് ഒരു 2 മിനിറ്റുള്ളിൽ തന്നെ വണ്ടി അവിടെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല സർവീസ് അഡ്വൈസറൊക്കെ നല്ല രൂപത്തിലുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. അത് ഫോർക്കിൻ്റെ സ്റ്റോക്ക് അവർ ഇല്ല എന്നുള്ള ആദ്യം പറഞ്ഞിരുന്നു, പക്ഷേ അവർ അന്ന് തന്നെ ഇതാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന നേരം നല്ലൊരു അനുഭവമായിരുന്നു കോഴിക്കോട് സർവീസ് സെൻ്ററിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു ജനറലായിട്ട് പറയുന്ന അനുഭവമല്ല, ഒരുപാട് ആൾക്കാർക്ക് സർവീസിനെ സംബന്ധിച്ച് ഇഷ്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മാത്രമുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സർവീസിന് എന്താണ് എന്ന് നല്ലതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ നല്ല സമയം എടുക്കുന്നുണ്ട്, ചിലപ്പോൾ 1 മാസമൊക്കെ സമയം എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലയിൻസ് ഉണ്ട് സർവീസ് സെൻ്ററിൽ. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു പ്രത്യേകമായിട്ടൊരു കസ്റ്റമർ അവയർനെസ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ട് സർവീസ് സെൻ്ററിൽ. ഇഷ്യൂസൊക്കെ കുറേ കൂടി ഒരു പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാഫിൻ്റെ എണ്ണം നമുക്ക് ഒരുപാട് വണ്ടി, നിങ്ങൾക്കറിയാം, ഒരുപാട് വണ്ടി വിൽക്കുന്നുണ്ട് ഡെയിലി എന്ന് പറഞ്ഞാൽ. ഒരുപാട് വണ്ടികൾ നമുക്കിപ്പോൾ വഴിയിലൊക്കെ പോകുമ്പോൾ കാണാം, ഒരുപാട് വണ്ടികൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാടുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് റേറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വണ്ടികളും ഏതായാലും TVS ആയാലും ബജാജ് ചേതക ആയാലും പിന്നെ ഹീറോൻ്റെ വിഡ ആയാലും എല്ലാത്തിനും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വണ്ടികൾ എടുക്കുന്ന ആളെണ്ണം കൂടിയിട്ടുണ്ട്, ഓലക്കും കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സർവീസ് സെൻ്ററിലൊക്കെ ആയി വരാനുള്ളൊരു ടൈമിങ് ഇപ്പോഴും ഉണ്ട്. കോഴിക്കോട് എക്സ്പീരിയൻസ് സെൻ്ററിലെ സർവീസിൻ്റെ സെക്ഷൻ ഉടനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. സ്റ്റാഫുകളൊക്കെ അലക്വേറ്റ് ചെയ്താൽ ഉടൻ തന്നെ തുടങ്ങും. അപ്പോൾ കുറച്ചും കൂടി സർവീസ് മെച്ചപ്പെടുമെന്ന് കരുതാം. പിന്നെ എന്തായാലും സർവീസിനെയും പുരോഗമിക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ബഡ്ഡി സ്റ്റെപ്പിൻ്റെ കൂടെ സെൻറ്റർ സ്റ്റാൻഡും കൂടി ഓർഡർ ചെയ്തിരുന്നു. സെൻറ്റർ സ്റ്റാൻഡിന് 999, 1000 രൂപയാണ് വില. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടോയെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായാലും അടുത്ത ആഴ്ച അതിൻ്റെ ഉള്ളിൽ കിട്ടുമായിരിക്കും. അതിന് ഫിറ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മാസത്തോളം എടുത്തു ഈ ബഡ്ഡി സ്റ്റെപ്പ് കിട്ടാൻ. അതൊക്കെ ഒരു ഒഴിവാക്കാൻ പറ്റുന്നൊരു ഇതായിരുന്നു. ഇത്ര ചെറിയൊരു സംവിധാനം ഏർപ്പെടുത്താൻ ഇത്രയും വേഗം വന്ന് കമ്പനിയോടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കസ്റ്റമേഴ്സിനൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇനിയും 1-2 ആൾക്കാർക്ക് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്തവരുണ്ട്. അടുത്ത് തന്നെ എൻ്റെ അത് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള എനിക്ക് എന്തായാലും സെൻറ്റർ സ്റ്റാൻഡ് വന്നാൽ നമുക്ക് പോകുന്നേരമൊന്നും നമുക്ക് സാധാ അതിൽ സൈഡാക്കുന്ന ആവശ്യമില്ലെങ്കിലും ഇവിടെ നിർത്തിയിടുമ്പോൾ ആൾക്കാർ കയറുന്നതിനാണ്. ഏതായാലും അത് ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയാം. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി.
നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുകൊണ്ട് തന്നെ ഓല ഓണേഴ്സ് കേരളയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേജിൻ്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.